ഹാ ഹു ഹി എന്നാണ് പറയുന്നത്. ഹമാസ്, ഹിസ്ബുള്ള, ഹുദീസ് ഇവരെല്ലാം ചേർന്ന് ആ സഖ്യത്തിനെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇറാനും നല്ലതല്ല എന്നും ഇറാൻ ഉപദേശം കിട്ടിയിട്ടുണ്ട്. ഇറാനിലെ തന്നെ രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഒരു റീതിങ്കിങ്ങിലാണ്, രാഷ്ട്രീയ നേതാക്കൾ ഒരു റീതിങ്കിങ്ങിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന് ഒരു മത്സരത്തിന് ഇറങ്ങേണ്ട സമയമായോ എന്ന് അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ അവരും പുതിയ സഖ്യങ്ങളും പുതിയ ശക്തികളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ, തുർക്കിയിൽ നടന്ന സമ്മേളനത്തിൽ, എർദോഗൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിലും പറഞ്ഞത് നമ്മൾ ഈ പ്രദേശത്തെ സമാധാനമാണ് പ്രധാനം, അതുകൊണ്ട് ഇറാൻ അതിനും കൂടെ വശംവദനായിക്കൊണ്ട് ഒരു പ്രവർത്തനത്തിന് പോകാവൂ എന്നുള്ളതാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. പക്ഷേ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇനി ഉണ്ടാവരുത്, അതുണ്ടായാൽ ലോകത്തിൻ്റെ സാമ്പത്തികാവസ്ഥയ്ക്കും ലോകത്തിൻ്റെ നിലനിൽപ്പിനും തന്നെ അത് ഭീഷണിയാകും എന്ന് ഇറാനെയും ഇസ്രയേലിനെയും പരസ്പരം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയോടും ട്രംപിനോടും പലരും പറയുന്നുണ്ട് ഇതിലിനി കൂട്ടുകൂടുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് നെതന്യാഹുവിനെ വരട്ടുന്നത്. അതെ, അടങ്ങിരി മറ്റുള്ളവരെ ബോധിപ്പിക്കാനും കൂടി ആകാം. അതെ, മറ്റുള്ളവരെ ബോധിപ്പിക്കാനുമാണ്. എന്നാൽ അതേസമയം അദ്ദേഹത്തിന് നെതന്യാഹുവിനോട് ചെറിയൊരു നീരസം ഉണ്ട്. കാരണം താൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിക്കുന്നില്ലയോ എന്നൊരു സംശയം ട്രംപിനും ഉള്ളതായിട്ടാണ്